Hallelujah and greetings in Jesus' mighty name. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ബലമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. I want to thank God for another day to be able to worship Jesus with all our heart. യേശുക്രിസ്തുവിനെ നമ്മുടേതായിട്ടുള്ള പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആരാധിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Today I have a very special word I'm bringing from the word of God. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് വളരെ അമൂല്യമായിട്ടുള്ള ഒരു സന്ദേശം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. I would like every one of us to turn to Ephesians in chapter 5 and verse 1 and 2. എഫെസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം. Therefore be imitators of God as beloved children and walk in love just as Christ also loved you and gave himself up for us, an offering and a sacrifice to God as a fragrant aroma. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. The Bible talks about being imitators of God. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ദൈവത്തിന്റെ അനുകാരികളാകുവാനായിട്ട്. God, the word says, God wants us to imitate him. ദൈവത്തിന്റെ ആഗ്രഹം നാം ദൈവത്തെ അനുകരിക്കണമെന്നാകുന്നു. Look at this verse. There are 3-4 different things said here. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഒരു 3-4 കാര്യങ്ങൾ ഈ വാക്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. The first thing is be imitators of God. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെതായുള്ള അനുകാരികളാകണമെന്നാകും. And then he says, as beloved children. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്നുള്ള രീതിയിൽ. What he's saying is that beloved children want to imitate the Father. എന്താകുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ട മക്കൾക്ക് അവരുടെ പിതാവിനെ അനുകരിക്കുവാനായിട്ട് വലിയ ആഗ്രഹമായിരിക്കും. Only children that love their parents want to imitate how the parents walk. പ്രിയപ്പെട്ടതായിട്ടുള്ള മക്കൾക്ക് മാത്രമേ അവരുടെ മാതാപിതാക്കൾ എങ്ങനെ നടക്കുന്നുവോ അവരെ അനുകരിക്കാനായിട്ട് ആഗ്രഹമുണ്ടാകുകയുള്ളൂ. And so a natural result of our affection for somebody is that we begin to imitate them. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ഉള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ നാം അനുകരിക്കുക എന്നുള്ളതാകും. So when we imitate God, the Bible says, as beloved children and walk in love. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രിയ മക്കൾ എന്നുള്ള പോലെ നാം സ്നേഹത്തിൽ നടപ്പേൻ. So he's saying beloved children imitating God, how and what? In walking daily in love. അപ്പോൾ പ്രിയ മക്കൾ എന്നാകുമ്പോൾ സ്നേഹത്തിൽ അനുദിനം നടന്നുകൊണ്ട് നിങ്ങളുടെ പിതാവിനെ നിങ്ങൾ അനുകരിപ്പിനെന്ന് പറയുകയാകും. Then he goes on to say, just as Jesus loved you. യേശു നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ. How do we love? നാം എങ്ങനെ സ്നേഹിക്കും? He's setting a standard and saying, like Jesus loved us, യേശു സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പിൻ എന്നുള്ള നിലവാരമാകുന്നു ദൈവം നമ്മോട് പറയുന്നു. And he says, and gave himself up for us. ദൈവം നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചതുപോലെ. An offering and a sacrifice to God. സൗരഭ്യവാസനയായ വഴിപാടും ദൈവത്തിനുള്ള യാഗവുമായി അർപ്പിച്ചതുപോലെ. The Bible says it was a fragrant offering to God. തിരുവചനം പറയുകയാകുന്നു അത് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും. What was fragrant to God? എന്തായിരുന്നു ദൈവത്തിന് ആ സൗരഭ്യമായിട്ട് ഉണ്ടായത്? Jesus giving himself up for you and me. യേശു തന്നെത്താൻ നമുക്ക് വേണ്ടി ഒരു യാഗമായി അർപ്പിച്ചത്. And Jesus loving us. യേശു നമ്മെ സ്നേഹിക്കുന്നതും. This was a fragrant sacrifice and offering to God. ഇത് ദൈവത്തിന് സൗരഭ്യവാസനയുള്ള ഒരു വഴിപാടും യാഗവുമായിരിക്കും. This was not easy for Jesus. ഇത് യേശുവിന് എളുപ്പമല്ലായിരുന്നു. Because Jesus said before going on the cross, he said, if it's possible, Lord, take away this cup of suffering away. കാരണം യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പാകെ യേശു ഇപ്രകാരം ചോദിക്കുകയാകുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. But not my will, your will be done. എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. Imitating the love of God is imitating something that cost Jesus his life.
യേശുവിൻ്റെതായിട്ടുള്ള സ്നേഹത്തെ അനുകരിക്കുക എന്ന് പറയുന്നത് തൻ്റെ ജീവൻ പോലും നഷ്ടമാക്കുവാൻ യേശുവിന് കാരണമായിട്ടുള്ള ഒരു കാര്യമാകും. But the Bible says that was a fragrant offering to God. തിരുവചനം പറയുന്നു ദൈവത്തിന് അത് സൗരഭ്യവാസനയായിട്ടുള്ള വഴിപാടാകും. Many times when we come to give offering to God, പല സമയത്തും നാം ദൈവത്തിന് വഴിപാട് കൊടുക്കുവാൻ വരുമ്പോൾ I have seen sometimes how people look at the amount of offering they're putting in the offering bag. ചില വ്യക്തികൾ അപ്രകാരം ആ വഴിപാടിൻ്റെതായിട്ടുള്ള ആ ഒരു ബാഗിലേക്ക് അത് ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. I heard a story one day in another city where a very famous celebrity was part of a church. ഞാൻ ഓർക്കുകയായിരുന്നു ഇപ്രകാരം ഒരു കാര്യം, അതായത് ഒരു പട്ടണത്തിൽ ഒരു വലിയ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി ഒരു സഭയുടെ ഭാഗമായിരുന്നു. And so he was going to put an offering of about 10 lakh rupees in the offering bag. അതുകൊണ്ട് താൻ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം ആ കാണിക്കയിൽ ഇടാനായിട്ട് താൻ ഒരുങ്ങിയിരിക്കുകയാണ്. But how can you put that much offering in an offering bag, and just what if the leaders don't know? എന്നാൽ ആ അത്രയും വലിയ തുക എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാണിക്കേണ്ടതായിട്ടുള്ള പെട്ടിയിൽ ഇടുവാൻ കഴിയും? നേതാക്കന്മാർ അതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലോ? So it was a check. അതൊരു ചെക്കായിരുന്നു. So what this person did, ഈ വ്യക്തി എന്ത് ചെയ്തു? he walked up to the senior pastor ഈ വ്യക്തി സീനിയർ പാസ്റ്ററിന്റെ അടുക്കലേക്ക് നടന്ന് and told the senior pastor, you know what, I just wanted to give an offering to the church. അദ്ദേഹം പറയുകയാണ്, സീനിയർ പാസ്റ്ററെ, എനിക്ക് സഭയ്ക്ക് ഒരു ഓഫറിംഗ് ഇടാനായിട്ട് ആഗ്രഹമുണ്ട്. And the senior pastor knew this celebrity wanted some attention. അപ്പോൾ സീനിയർ പാസ്റ്ററിന് മനസ്സിലായി ഈ ഒരു പ്രസിദ്ധന് അല്പം ശ്രദ്ധ വേണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹം. And so the senior pastor asked the celebrity, is this offering for the Lord? അതുകൊണ്ട് ഈ സീനിയർ പാസ്റ്റർ ചോദിക്കുകയാണ്, അത് ദൈവത്തിനുള്ള വഴിപാടാണോ? I said, yes, this is for the Lord. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതെ. And then the pastor said, you can put that in the offering bag. അപ്പോൾ ഈ പാസ്റ്റർ പറയുകയായിരുന്നു, ദൈവത്തിനുള്ളതാകുന്നുവെങ്കിൽ അത് ആ ദൈവത്തിനുള്ള വഴിപാടിന്റെ ബാഗിനകത്ത് ഇട്ടോളൂ. When we put an offering like that, we feel it's a big sacrifice and everybody must know. നാം പലപ്പോഴും ചിന്തിക്കുന്നത് അത്ര വലിയൊരു തുക നാം ഇടുമ്പോൾ മറ്റ് ആരും അറിയാതെ ഇടുന്നത് എന്ന് പറയുന്നത് വലിയൊരു ത്യാഗമാണ്. I want you to know this morning what God considers a great offering that is acceptable and aroma to God is that when we walk in love for God and one another. എന്നാൽ ദൈവം ഒരു വലിയ സൗരഭ്യവാസനയുള്ള വഴിപാടും യാഗവുമായി കരുതുന്നത് നാം ദൈവവുമായിട്ട് അനുദിനം സ്നേഹത്തിൽ നടക്കുമ്പോഴാണ്. Many people are good givers. അനേക വ്യക്തികൾ നല്ല രീതിയിൽ കൊടുക്കുന്നവരാകും. But they don't know how to love God and how to love man. എന്നാൽ അവർക്കറിയുകയില്ല ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതും മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതും. Many times I've heard people say like this. പല സമയത്തും വ്യക്തികൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, I'm not God, I'm just human. ഞാൻ ദൈവമൊന്നുമല്ല, ഞാനൊരു മനുഷ്യനല്ലേ. So I can't do everything like God. അതുകൊണ്ട് ദൈവം പറയുന്നത് പോലെ എല്ലാം ചെയ്യുവാനൊന്നും എനിക്ക് കഴിയുകയില്ല. But the Bible tells us, be imitators of God. എന്നാൽ തിരുവചനം നമ്മോട് ചോദിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ അനുകരിപ്പിൻ. Which means even though we are not God, the Bible says we can walk as He walked. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം ദൈവമല്ല എങ്കിലും നമുക്ക് ദൈവത്തെ പോലെ അനുകരിച്ച് നടക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. So the Bible does not allow us to say, I'm just human, that is why I can't behave like the Word of God says. അതുകൊണ്ട് ഞാൻ കേവലം ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ട് ദൈവത്തെ പോലെ ഒന്നും എനിക്ക് ആകുവാൻ കഴിയുകയില്ല, പെരുമാറാൻ കഴിയുകയില്ല എന്ന് പറയുവാനായിട്ട് തിരുവചനം നമ്മെ അനുവദിക്കുന്നില്ല. Apostle Paul said, follow me as I follow Christ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം നിർദ്ദേശിക്കുകയാകുന്നു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ അനുകരിപ്പിൻ. Today, brothers, sisters, ഇന്ന് സഹോദരി സഹോദരന്മാരെ, God is calling you and me to imitate Him. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് ദൈവത്തെ അനുകരിപ്പാനാകും. And to walk as He walked. അതോടൊപ്പം തന്നെ ദൈവം എങ്ങനെ നടന്നുവോ അതുപോലെ നാം ദൈവത്തെ പോലെ നടക്കുവാനായി. The Bible says many things as examples of how Jesus walked. യേശു എങ്ങനെ നടന്നു എന്നുള്ളതിന് വ്യത്യസ്തമായിട്ടുള്ള മാതൃകകൾ, ഉദാഹരണങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. He talks about suffer as He suffered. യേശു ക്രിസ്തു കഷ്ടപ്പെട്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ കഷ്ടം അനുഭവിച്ചതിനെ കുറിച്ച് പറയുകയാകും. In 1 Peter 2:21. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ It says, be gentle like Jesus is gentle.
നിങ്ങൾ യേശുവിനെ പോലെ നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കും. That's in Matthew 11:29. അത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലാകും. The Bible says, be humble like Jesus is humble. യേശു ക്രിസ്തുവിനെ പോലെ താഴ്മയുള്ളവരാകുക എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. It says, forgive like Jesus forgives. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനായിട്ട് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. Bible says, serve one another like Jesus served. യേശു ശുശ്രൂഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ശുശ്രൂഷിപ്പിൻ. The word of God says, be holy like I'm holy. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ എന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നു. Deny yourself like Jesus denied himself. യേശു ക്രിസ്തു തന്നെത്താൻ ത്യജിച്ചതുപോലെ നിങ്ങളും ത്യജിക്കുക. As I have kept my Father's commandments, you also keep my Father's commandments. ഞാനും പിതാവിൻ്റെതായിട്ടുള്ള കൽപ്പന പ്രമാണിച്ചതുപോലെ നിങ്ങളും ആ കൽപ്പനകളെ അനുസരിപ്പിൻ. Receive the word with great tribulation like Jesus did. യേശു ക്രിസ്തു ആ ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം എപ്രകാരം സ്വീകരിച്ചുവോ അതുപോലെ നിങ്ങളും സ്വീകരിപ്പിൻ. Jesus did not love money or fear people who had money. യേശു ക്രിസ്തുവിന് വ്യക്തികൾ എപ്രകാരം അവർ ധനികരാണോ എന്നുള്ളതൊന്നും പ്രശ്നമല്ലായിരുന്നു. All these things were where Jesus walked. ഈ കാര്യങ്ങളെല്ലാം ആയിരുന്നു യേശു ക്രിസ്തു നടന്നതിൻ്റെതായിട്ടുള്ള ചില ഉദാഹരണങ്ങളും മാതൃകകളും. But most important than all of this, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, all of this can be put together in one bracket and said, walk as Jesus walked in love. എന്നാൽ ഇതിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു എപ്രകാരം സ്നേഹത്തിൽ നടന്നുവോ അതുപോലെ നിങ്ങളും നടക്കുക. Jesus had this ability to condense everything into one packet. യേശുവിന് എല്ലാ കാര്യങ്ങളെയും ഒരു പാക്കേജിലേക്ക് ഉൾക്കൊള്ളിക്കുവാനുള്ള വലിയ കഴിവുണ്ടായിരുന്നു. Oh, there were 633 commandments the Pharisees had, and so many more other that along with it. But Jesus packaged it all together and said, can you love? ആ സമയത്ത് 600-ൽ പരമുള്ള കൽപ്പനകൾ ഉണ്ടായിരുന്നാൽ യേശു ക്രിസ്തു ഇതിനെ എല്ലാം ചെറുതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്നേഹത്തിൽ നടക്കുവാനായിട്ട് നമ്മോട് പറയുന്നു. Walking in love is a packaging of everything who Jesus is. സ്നേഹത്തിൽ നടക്കുക എന്നുള്ളത് യേശുക്രിസ്തു എപ്രകാരം നടന്നുവോ യേശുക്രിസ്തു എപ്രകാരം ആയിരിക്കുന്നുവോ അതിൻ്റെതായിട്ടുള്ള സംക്ഷിപ്ത രൂപമാകും. That's why in John's Gospel, chapter 15 and verse 12, അതുകൊണ്ടാകുന്നു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 12-ാം വാക്യം. what a powerful verse, and I want you to look at this together. എത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു വാക്യമാകും. നമുക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാം. Jesus is saying, യേശു ഇങ്ങനെ പറയുന്നു, this is my commandment, that you love one another just as I loved you. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. Jesus is bringing our focus back in the midst of so many things we want to focus on in obeying God. He's saying, I want to condense all of that and I want to command you with a new commandment. Can you love one another? ദൈവത്തെ അനുസരിക്കുവാനുള്ള ഒരുപാട് കൽപ്പനകളും പ്രമാണങ്ങളും വെച്ച് നോക്കിക്കൊണ്ട് യേശുക്രിസ്തു അതിനെ എല്ലാം സംക്ഷിപ്തമായി കൊണ്ടുവരികയാകുന്നു. ഞാൻ എപ്രകാരം സ്നേഹിക്കുന്നുവോ ദൈവത്തെ അതുപോലെ നിങ്ങൾക്കും സ്നേഹിക്കുവാൻ കഴിയുമോ? So many times we say, പല സമയത്തും നാം പറയുന്നു, I want to walk after Jesus. എനിക്ക് യേശുവിനോടൊപ്പം നടക്കണം. If you want to walk after Jesus, നിങ്ങൾക്ക് യേശുവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ, so I want to follow Jesus all my life, എൻ്റെ ജീവിതത്തിന്റെ പൂർണ്ണ സമയവും എനിക്ക് യേശുവിനെ പിൻപറ്റണം. then God is saying, then the one thing I want you to do is walk in love. അങ്ങനെയാണെങ്കിൽ യേശു ഇന്ന് നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹം അതാകുന്നുവെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ നടപ്പിൻ. I was literally shocked when I saw a verse. ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ കണ്ടപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞെട്ടി. Do you know there is one place in the Bible where the Bible says we are nothing? നിങ്ങൾക്കറിയാമോ, തിരുവചനത്തിൽ ഒരു സ്ഥലമുണ്ട് അവിടെ പറയുന്നിരിക്കുന്നത് നാം ഒന്നുമല്ല എന്നാകും. And it is in the New Testament. അത് പുതിയ നിയമത്തിൽ തന്നെയാകും. And I want you to see that scripture. ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. 1 Corinthians chapter 13 and verse 2 says, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, if I have the gift of prophecy, എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് and I know all mysteries, സകല മർമ്മങ്ങളും and all knowledge, സകല ജ്ഞാനവും and ഗ്രഹിച്ചാലും, if I have all faith, മലകളെ നീക്കുവാൻ തക്ക and to വിശ്വാസം move ഉണ്ടായാലും, mountains, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും, and may I add on,
ഞാൻ വീണ്ടും ചേർത്താൽ that even if I'm a pastor ഞാൻ പാസ്റ്റർ ആണെങ്കിലും or a preacher ഞാനൊരു or a പ്രസംഗകനാണെങ്കിലും prophet ഒരു പ്രവാചകനാണെങ്കിലും or a Bible teacher ഒരു ബൈബിൾ പണ്ഡിതനാണെങ്കിലും or a miracle worker, ഒരു അത്ഭുതം that പ്രവർത്തിക്കുന്നവനാണെങ്കിലും I can move mountains, എനിക്ക് മലകളെ നീക്കുവാൻ കഴിഞ്ഞാലും or I am a believer for many years, അനേക വർഷങ്ങളായിട്ട് ഞാൻ ഒരു വിശ്വാസിയാണെങ്കിലും or I know the Bible from Genesis to Revelation, എനിക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എനിക്ക് തിരുവചനം അറിയാമെങ്കിലും all that, ഇതെല്ലാം ഉണ്ടെങ്കിലും if I have all of that, ഇതെല്ലാം ഉണ്ടെങ്കിലും I'm a greatly reputed person in the land, എനിക്ക് ഈ ദേശത്ത് വലിയൊരു സൽകീർത്തി ഉണ്ടെങ്കിലും and I have given my body to be burned, എന്റെ ശരീരത്തെ ഞാൻ ചുടുവാൻ ഏൽപ്പിച്ചാലും I am giving all my wealth away, എന്റെ ധനം മുഴുവൻ ഞാൻ നൽകിയാലും if I don't have love, എനിക്ക് സ്നേഹമില്ല the Bible says തിരുവചനം പറയുന്നു I am nothing. ഞാൻ ഏതുമില്ല. Oh, when I thought about this, ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ you see, 1 Corinthians 13, the Apostle Paul, he breaks this up into two aspects. തിരുവചനത്തിൽ ഈ അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെ രണ്ട് കാര്യങ്ങളിലേക്ക് ചുരുക്കുകയാണ്. The first aspect when he talks about in 1 Corinthians 13:2, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം, he's saying if you're a great miracle worker, നിങ്ങൾ എത്രമാത്രം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, prophet, mysteries, knowledge, faith to move mountains, പ്രവചനം, സകല മർമ്മങ്ങളും ജ്ഞാനവും അത്ഭുതവും അതോടൊപ്പം തന്നെ വലിയ വിശ്വാസവും, if you have all of this, you're nothing. ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഏതുമല്ല. And then in verse 1 he says, if you speak in the tongues of men or the tongues of angels, which means you have the New Testament tongue talking spirit filled experience. അതിന് മുമ്പാകെ പറയുന്നത് മനുഷ്യരുടെയും ദൂതരുടെയും ഭാഷയിൽ സംസാരിച്ചാലും ഞാൻ ഈ പുതിയ നിയമ സഭയിൽ ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, He's saying if you're a tongue talker and don't walk in love, you are nothing. നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്നാൽ നിങ്ങൾ സ്നേഹത്തിൽ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഏതുമില്ല. He's saying if you can prophesy and know all mysteries and you don't walk in love, you are nothing. നിനക്ക് പ്രവചിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിനക്ക് സകല മർമ്മങ്ങളും ജ്ഞാനവും ഉണ്ടെങ്കിലും നിനക്ക് സ്നേഹമില്ല എങ്കിൽ നീ ഏതുമില്ല. If you have all knowledge, everything about everything, and you have all faith to move mountains, miracle working faith, but yet don't walk in love, God says we are nothing. നിങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയുന്നു, സകല ജ്ഞാനവും സകല മർമ്മങ്ങളും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസമുണ്ടെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. Just imagine in the accounts of heaven, സ്വർഗത്തിലെ അക്കൗണ്ടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, it is written against our name. നമ്മുടെ പേരിന് എതിരായിട്ട് അല്ലെങ്കിൽ ചേർത്ത് എഴുതിയിരിക്കുകയാകും. He prophesied, അവൻ പ്രവചിച്ചു, he healed the sick, അവൻ രോഗികളെ സൗഖ്യമാക്കി, he moved mountains, അവൻ മലകളെ മാറ്റി, word of knowledge, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാക്കുകളുണ്ട്, all kinds of gifts, എല്ലാ വിവിധ തരത്തിലുള്ള വരങ്ങളുമുണ്ട്, he gave generously, അവൻ ഉദാരമായി നൽകി, he did all kinds of things for the ministry. ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. Every week he did Bible study, ഓരോ ആഴ്ചയും ബൈബിൾ സ്റ്റഡി എടുത്തു, he went out and evangelized, he went out and shared the gospel, പുറത്തുപോയി അവൻ സുവിശേഷം പങ്കുവച്ചു. and after all that is given 100. ഇതിനെല്ലാം 100 മാർക്ക് നൽകിയിരിക്കുകയാണ്. And then only one problem, he did not love other people. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവൻ മറ്റുള്ളവരെ സ്നേഹിച്ചില്ല. Total into 0 equals 0. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ആകെ എന്ന് പറയുന്നത് അത് 0 Even if we have all these qualifications against our name in heaven, and yet we struggled to love the people around us and to love God, God says our total balance in heaven is 0. സ്വർഗത്തിൽ നമ്മുടെ പേരിന് ചേർത്ത് വെക്കുവാനായിട്ട് ഈ യോഗ്യതകളെല്ലാം ഉണ്ടെങ്കിലും ശരി, നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ സ്വർഗത്തിൽ അത് ഇപ്രകാരം ചേർത്ത് എഴുതുന്നു, ആകെ ഉള്ളത് 0 മാത്രം. This is why God was saying a new commandment, not like the Pharisees gave you 613 commandments, a new one, sum total. If you can't focus on 613, it's okay. Focus on one, and that one is, can you love the person you're struggling to love?
അതുകൊണ്ടാകുന്നു യേശു ഇപ്രകാരം പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. പരീശന്മാർ തന്നതുപോലെ 600-ൽ പരമായിട്ടുള്ള ആ കൽപ്പനകളല്ല, എന്നാൽ പുതിയ കൽപ്പന ഞാൻ നൽകുന്നു. നിങ്ങൾ സ്നേഹിക്കുവാൻ പ്രയാസപ്പെടുന്നതായിട്ടുള്ള ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? It is not easy to love everybody. എല്ലാവരെയും സ്നേഹിക്കുക അത് എളുപ്പമല്ല. It is easy to love some people. ചില വ്യക്തികളെ സ്നേഹിക്കുവാൻ എളുപ്പമാണ്. Because we like some people and we love some people. കാരണം ചിലരെ നമുക്ക് ഇഷ്ടമാകുന്നു, ചിലരെ നമുക്ക് ഇഷ്ടമല്ല. But verse 3 says, if I give my possessions to feed the poor, and if I deliver my body to be burned but do not love, it profits me nothing. എന്നാൽ മൂന്നാമത്തേതായിട്ടുള്ള വാക്യം പറയുന്നത്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. Which means if I gave all my wealth to the poor, I'm sure you and I, if we did that, we would feel very, very good about ourselves. And the Bible is saying, he accounts in heaven, he gave all his wealth to the poor, but did not love. He gave his body to be burnt, to suffer for Jesus and die for him, to be burnt by people who don't love Jesus. But he had only one problem, could not love others. His total account in heaven is zero. നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം ഒരു പക്ഷേ, അതായത് എനിക്കുള്ളത് മുഴുവൻ നൽകി കഴിഞ്ഞാൽ, നമുക്കുള്ളത് മുഴുവൻ നൽകി കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും നാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല തോന്നലുണ്ടാകും, ഒരു വിശുദ്ധനായ അല്ലെങ്കിൽ സുഖമുള്ള ഒരു തോന്നലുണ്ടാകും. എന്നാൽ അതിനോട് ചേർത്ത് വെക്കുവാനായിട്ട് സ്നേഹമില്ല എങ്കിൽ യാതൊരു പ്രയോജനമില്ല എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നത്, തൻ്റെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചാലും, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനായിട്ട് യേശുവിനെ സ്നേഹിക്കാത്ത വ്യക്തികളാൽ ഉപദ്രവിക്കപ്പെട്ട് അപ്രകാരം ആ സാഹചര്യത്തോടെ കടന്നുപോയാലും സ്നേഹമില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയും. Why did God say this? എന്തുകൊണ്ട് യേശു ഇത് പറഞ്ഞു? Why is God discrediting everything if you and I cannot love other people? Why does God discredit everything else we do for him? എനിക്കും നിങ്ങൾക്കും വ്യക്തികളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാകുന്നു മറ്റ് എല്ലാ കാര്യങ്ങളെയും ദൈവം അയോഗ്യമായി എണ്ണുന്നത്? Because God is love. കാരണം ദൈവം സ്നേഹമാകുന്നു. When I do everything else, ഞാൻ മറ്റെല്ലാം ചെയ്യുമ്പോൾ, but I'm not able to love God and love people, എനിക്ക് ദൈവത്തെയും വ്യക്തികളെയും സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, then I'm not like God. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തെ പോലെയല്ല. God's greatest desire is that we become like him. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നാം ദൈവത്തെ പോലെ ആകണമെന്നാണ്. And when the word of God wanted to express this God, there was no more profound word to express God than this word, God is love. തിരുവചനത്തിന് ഈ ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഒരു വാക്ക് വേണമായിരുന്നപ്പോൾ സ്നേഹം എന്നുള്ള വാക്കല്ലാതെ അതിനേക്കാൾ മികച്ച ഒരു വാക്കില്ലായിരുന്നു. John 13:34 says, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം പറയുന്നു. Again a similar verse like we saw in John 15. John 13:34 says, a new command I give to you, that you love one another, even as I have loved you, that you would love one another. നാം മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കണ്ടതിന് സമാനമായിട്ടുള്ളൊരു വാക്യമാകുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. Oh, Jesus was saying, I want to give you this new commandment. Forget all the many hundreds of them that you had to focus on. Now can you focus on this one? യേശു ഇവിടെ പറയുകയാകുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ട ആ 100 കണക്കിനുള്ള കൽപ്പനകളെല്ലാം തൽക്കാലം മാറ്റിവെച്ച് ഈ ഒരു കൽപ്പന ശ്രദ്ധിച്ചാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. What is this new commandment? എന്താകുന്നു ഈ പുതിയ കൽപ്പന? Luke's Gospel chapter 10:27 says that you shall love the Lord your God with all your heart and all your soul and all your might and with all your strength, and love your neighbor as yourself. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം പറയുന്നതിന്, ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന്, കൂട്ടുകാരനെയും നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ ഒന്ന് ഉത്തരം പറഞ്ഞു. The Lord is saying, I want you to focus on just these two things. ദൈവം പറയുകയാകുന്നു, നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. Are you born again? നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്ന വ്യക്തിയാകുന്നു. Focus on just two things. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാട്ടെ. To love God ദൈവത്തെ സ്നേഹിക്കുക and to love others. മറ്റുള്ളവരെയും സ്നേഹിക്കുക.
If these two things get focused on, ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞാൽ, the Bible says, great is your reward in heaven. തിരുവചനം പറയുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലം വലുതാകും. So what really is love then? അപ്പോൾ അങ്ങനെയെങ്കിൽ സ്നേഹം എന്താണ്? If you and I have to walk in love, ഞാനും നിങ്ങളും സ്നേഹത്തിൽ നടക്കണമെങ്കിൽ what would it look like? അത് എങ്ങനെയായിരിക്കും? For that, we need to really look at what is love. അങ്ങനെയെങ്കിൽ സ്നേഹം എന്തെന്ന് നാം ശ്രദ്ധിച്ചേ മതിയാകും. As most of you would know, love is not a feeling. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, അല്ലെങ്കിൽ അധികം പേർക്കും അറിയുന്നത് പോലെ, സ്നേഹം ഒരു തോന്നലല്ല. Many people think that love is a feeling. I feel love for that person. പല വ്യക്തികളും ചിന്തിക്കുന്നത് സ്നേഹം ഒരു തോന്നലാണെന്ന്, എനിക്ക് ആ വ്യക്തിയോട് സ്നേഹം തോന്നുന്നു എന്ന് പറയാറുണ്ട്. You know, all through the ages, people have written poetry and songs and movies to express about their love for somebody. ഈ കാലം അത്രയും അനേക വ്യക്തികൾ കവിതകൾ എഴുതുകയും കഥകൾ രചിക്കുകയും അതോടൊപ്പം തന്നെ സിനിമകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, സ്നേഹത്തെ കുറിച്ച് പറയുവാനായിട്ടും സ്നേഹം വെളിപ്പെടുത്തുവാൻ. And it's all about crossing the mountains and doing all of that to get that one person to love them. ആ ഒരു വ്യക്തിയുടെ സ്നേഹം ലഭിക്കുവാനായിട്ട് മലകൾ താണ്ടി പോവുകയും വലിയ പ്രവർത്തികൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആകുന്നു. But in the Bible says love is not a feeling. എന്നാൽ തിരുവചനം പറയുന്നത് സ്നേഹം ഒരു തോന്നലല്ല. Then what really is true scriptural love? അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിലുള്ള വചനപരമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ആ സ്നേഹം എന്താണ്? Because if I don't know this, I will not know what to walk after. കാരണം ഇതെനിക്ക് അറിയുകയില്ല എങ്കിൽ ഞാൻ എന്തിനു പുറകെ നടക്കണമെന്ന് എനിക്ക് അറിയുകയില്ല. And the word of God is telling me walk in love. തിരുവചനം എന്നോട് പറയുന്നു സ്നേഹത്തിൽ നടക്കുക. What is love then? എന്താകുന്നു അങ്ങനെയെങ്കിൽ സ്നേഹം? Love is God's nature. സ്നേഹം എന്ന് പറയുന്നത് യേശുവിൻ്റെതായിട്ടുള്ള സ്വഭാവമാകുന്നു, പ്രകൃതമാകുന്നു. So when I walk in love, I am deciding to walk in the nature of God. കാരണം ഞാൻ സ്നേഹത്തിൽ നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രകൃതത്തിൽ, സ്വഭാവത്തിൽ നടക്കുവാൻ തിരഞ്ഞെടുക്കും. When I tell somebody I love you, ഞാൻ ആരോടെങ്കിലും പറയുകയാകുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. especially when we are just getting married, the I love you actually means I have feelings for you. പ്രത്യേകമായിട്ട് നാം വിവാഹം കഴിക്കുന്ന ആ സമയത്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുള്ള തോന്നലുകളുടെ അടിസ്ഥാനത്തിലാകും. But what the Bible really talks about is, though that is an initial phase, I love you means when you're telling your spouse or you're telling your fiancé I love you, as a child of God, what you're actually saying is that I am going to love you as Jesus loves you. എന്നാൽ നിങ്ങൾ അപ്രകാരം ഐ ലവ് യു എന്ന് ആ സമയത്ത് പറയുമ്പോൾ അതൊരു നല്ല തുടക്കമാണെങ്കിലും യഥാർത്ഥത്തിൽ വചനപരമായി നാം ശ്രദ്ധിക്കുമ്പോൾ നാം അവിടെ പറയുന്നത് യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുവാൻ പോകും. For truly love is God's nature. സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രകൃതമാകുന്നു, സ്വഭാവമാകുന്നു. Love is a fruit of the Holy Spirit according to Galatians 5:22. ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം അനുസരിച്ച് സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ഫലമാകും. And the fruit of the Spirit is love. പരിശുദ്ധാത്മ ഫലമോ സ്നേഹം. Which means love is something that the Holy Spirit begins to put in my heart. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇടുവാൻ തുടങ്ങുന്നതാകും. Romans 5:5 says, for God has poured his love into our hearts through the Holy Spirit. റോമാലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 5-ാം വാക്യം പറയുന്നത് ദൈവമോ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം പകർന്നിരിക്കുന്നു. Which means if love is a fruit, then it has to be cultivated. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹം ഒരു ഫലമാകുന്നുവെങ്കിൽ അതിനെ നാം തീർച്ചയായിട്ടും അതിനെ കൃഷി ചെയ്യേണ്ട ആവശ്യമുണ്ട്. Love is not a feeling. Love is a maturity we walk in. സ്നേഹം എന്ന് പറയുന്നത് അത് നാം നടക്കുന്നതായിട്ടുള്ള ഒരു പക്വതയാകുന്നു, അല്ലാതെ നമ്മുടെ തോന്നലല്ല. It is a reflection of our revelation of Jesus. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഫലനമാകുന്നു ഈ സ്നേഹം എന്ന് പറയുന്നത്. Love is a result of our constant abiding in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിരന്തരമായിട്ടുള്ള നമ്മുടെ വാസത്തിൻ്റെതായിട്ടുള്ള ലക്ഷണമാകുന്നു സ്നേഹം. If that is love, അത് സ്നേഹമാകുന്നുവെങ്കിൽ then what we need to do to really love others അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം is that we need to abide in the presence of God. നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം നിരന്തരമായി വന്നുകൊണ്ടിരിക്കണം. The Bible says he who does not walk in love is not walking with God. തിരുവചനം പറയുന്നത് സ്നേഹത്തിൽ നടക്കാത്തവൻ ദൈവത്തിന്റെ കൂടെ നടക്കുന്നില്ല. He who does not walk in love
is not walking with God. സ്നേഹത്തിൽ നടക്കാത്തവൻ ദൈവത്തിന്റെ കൂടെ നടക്കുന്നില്ല. Are there people in your life and my life that we struggle to walk with? നമുക്ക് ഒന്നിച്ച് നടക്കുവാൻ പ്രയാസപ്പെടുന്നതായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിലുണ്ടോ? Are there people in your life you wish you didn't have to see? നിങ്ങൾക്ക് കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? There are many people, believers, who avoid other believers and other unbelievers. They avoid people because they don't want that friction of having to love them. അനേക വിശ്വാസികൾ തന്നെ മറ്റു വിശ്വാസികളെ അല്ലെങ്കിൽ മറ്റു അവിശ്വാസികളെ അവർ കാണാതിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരെ തിരസ്കരിക്കുന്നു. കാരണം അവരുമായിട്ട് ഇടപെടുമ്പോഴുള്ള ആ ഒരു സംഘർഷമൊന്നും വരാതിരിക്കാൻ. Because love often is hard work. കാരണം സ്നേഹം പലപ്പോഴും കഠിനാധ്വാനമാകും. And so it's just easier to not do that hard work and to only do the work that my feelings are telling me to do. I feel I love him, so I want to go after him. But I don't feel I like that person, so I don't want to walk with that person. And then the Bible says, I'm not walking in love, and therefore I'm not walking in God. അതുകൊണ്ട് ആ കഠിനമായിട്ടുള്ള അധ്വാനം ചെയ്യാതെ മാറി നടക്കുന്നതാകുന്നു എനിക്ക് സൗകര്യമായിട്ടുള്ളത്. എനിക്ക് സ്നേഹം തോന്നാത്തത് കൊണ്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടുള്ളത് ചെയ്യുന്നില്ല. എന്നാൽ തിരുവചനം പറയുന്നത് നാം അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നാം സ്നേഹിക്കുന്നില്ല. You all know the scriptures. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാക്യങ്ങൾ അറിയുമായിരിക്കാം. In the scriptures, the Bible uses 3 Greek words for love. തിരുവചനത്തിൽ സ്നേഹം എന്നുള്ള വാക്കിന് തുല്യമായിട്ട് യവനപദത്തിൽ 3 വാക്കുകൾ ഉപയോഗിക്കുന്നു. Many of you are familiar with these things. നിങ്ങളിൽ പലരും ഈ കാര്യങ്ങൾ വളരെ പരിചിതമായിരിക്കും. In fact, I'm going to just quickly tell you 5 words for the word love in the Greek language. യവന ഭാഷയിലുള്ള സ്നേഹം എന്ന് അർത്ഥമാകുന്ന 5 വാക്കുകൾ ഞാൻ പറയാൻ പോകും. One word is called eros. ആദ്യത്തെ വാക്ക് ഈറോസ് എന്നാകുന്നു. And eros is the word used for selfish love. സ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാകുന്നു ഈറോസ്. Where I love others because it's beneficial for me. അവിടെ ആ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് ഗുണകരമായതുകൊണ്ട് ഞാൻ ചിലരെ സ്നേഹിക്കും. And we all get into marriage and get into friendships and relationships and all that because there is something in it for me. I want that. നാം എല്ലാവരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സുഹൃത്ത് ബന്ധങ്ങൾ മറ്റു ബന്ധങ്ങളിലേക്കെല്ലാം നാം പ്രവേശിക്കുമ്പോൾ അതിൽ എനിക്ക് ലഭിക്കുവാൻ എന്തോ ഒന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് നാം പ്രവേശിക്കും. A second word for love is the word filio. രണ്ടാമതായിട്ടുള്ള വാക്ക് ഫീലിയോ എന്നാകും. And filio is to like someone. It's a friendship love. I like this person and I, we are good friends. ഫീലിയോ എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് എനിക്ക് ഒരു വ്യക്തിയോട് തോന്നുന്ന ആ ഇഷ്ടം, സുഹൃത്തിനെ പോലെയുള്ള ഇഷ്ടം, എനിക്ക് ആ വ്യക്തി ഇഷ്ടമാണ്. കാരണം ഞങ്ങൾക്ക് ഒന്നിച്ച് ആയിരിക്കുവാനായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ട്. A third word for love, മൂന്നാമതായിട്ടുള്ള വാക്ക് സ്നേഹത്തിനുള്ളത്, is a word called storge, which is a love within the family, between parents and children, a love between the family. സ്റ്റോർജി എന്നുള്ള ആ വാക്കാകുന്നു. ആ സ്നേഹം എന്ന് പറയുന്നത് അത് കാണിക്കുന്നത് കുടുംബത്തിനകത്തുള്ള സ്നേഹം, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അപ്രകാരമുള്ള സ്നേഹം. There's a fourth word in the Greek, it's called nomos. നോമോസ് എന്നുള്ള ഒരു 4ാമത്തെ വാക്കുണ്ട്. Nomos means law. നോമോസിൻ്റെതായിട്ടുള്ള അർത്ഥം നിയമം. But there is a meaning of that word, meaning I love you because of a common law. ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രമാണം അല്ലെങ്കിൽ നിയമം ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. For example, I would probably love you if you maybe because we all go to the same church to worship God, therefore we want to love one another. That is nomos. ചിലപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന നാം ഒന്നിച്ച് ഒരു സഭയിൽ തന്നെ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കാം, അത് നോമോസ് ആകും. When people love each other because they're from the same denomination, that's nomos. ഒരേ സമുദായത്തിൽ തന്നെ ആയിരിക്കുന്നത് കൊണ്ട് അന്യോന്യം സ്നേഹിക്കുന്നത് കൊണ്ട് അത് നോമോസ് ആകും. When you love someone because they're from the same culture or background or education qualification or state or nation, that's nomos. ഒരേ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ഒരേ സംസ്കാരത്തിന്റെ പശ്ചാത്തലം, ഒരേ രാജ്യത്തിൽ നിന്ന് സംസ്ഥാനത്തിൽ നിന്ന് ഒരേ പശ്ചാത്തലത്തിൽ നിന്നായിരിക്കുമ്പോൾ നാം അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് നോമോസ് ആകും. But there is a 5th word called agape. എന്നാൽ 5ാമതായിട്ടൊരു വാക്കുണ്ട്, അത് അഗാപ്പയാണ്. And agape is what we see in Jesus. അഗാപ്പെ ആകുന്നു നാം യേശുവിൽ കാണുന്നത്. It's God's unconditional love. അത് ദൈവത്തിന്റെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാകും. All of us, when we love people, we often love them in one of the top 4. നാം പലപ്പോഴും വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ നേരത്തെ കണ്ട ആ 4 കൂട്ടങ്ങളിലായിരിക്കും നാം സ്നേഹിക്കുന്നത്. In a selfish love, സ്വാർത്ഥമായ സ്നേഹം, self-centered love, എന്നെ തന്നെ കേന്ദ്രീകരിക്കുന്നതായിട്ടുള്ള സ്നേഹം, or because we like one another, അല്ലെങ്കിൽ നമുക്ക് അന്യോന്യം ഇഷ്ടമുള്ളത് കൊണ്ട്, or we're from the same family, or we're married, there's no way out of it, അല്ലെങ്കിൽ നാം ഒരേ കുടുംബത്തിലായിരിക്കുന്നത് കൊണ്ട്, ഞാൻ വിവാഹം കഴിച്ചു പോയത് കൊണ്ട് ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ട്, or we have the same background. അല്ലെങ്കിൽ ഒരേ പശ്ചാത്തലമായിരിക്കുന്നത് കൊണ്ട്. Jesus says, എന്നാൽ യേശു പറയുന്നു, a new commandment I give to you, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു.
that you agape one another, നിങ്ങൾ അന്യോന്യം അഗാപ്പെ ചെയ്യുന്നു. that you love one another unconditionally. നിങ്ങൾ വ്യവസ്ഥകളില്ലാതെ അന്യോന്യം സ്നേഹിക്കുന്നു. As I loved you, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് and പോലെ, I laid down my life for you. എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് നൽകിയതുപോലെ. God is saying, now I want you to go and love the people that you're struggling to love. ഇനിയും നിങ്ങൾ സ്നേഹിക്കുവാൻ പ്രയാസപ്പെടുന്ന വ്യക്തികളെ നിങ്ങൾ ഇനിയും സമയമെടുത്ത് സ്നേഹിച്ചാട്ടെ. And that is a new commandment Jesus is saying. അത് യേശു പറയുകയാകുന്നു, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പുതിയ ഒരു കൽപ്പനയാകും, Based on my nature. എന്റെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട്. Because God wants to transform us from a lusting nature to a loving nature. കാരണം ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ മോഹിക്കുന്ന സ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവികമായിട്ടുള്ള സ്നേഹത്തിലേക്ക് വരുവാനായിട്ടാകും. God wants to transform us from relating to people from what is beneficial to me and moving to going out after people who don't even want to talk to me. എന്റെ സൗകര്യത്തിനായിട്ട് ഞാൻ എങ്ങനെ ഓരോ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ചിന്താരീതിയിൽ നിന്ന് മാറി എപ്രകാരം നമ്മെ കാണുമ്പോൾ മാറി നടക്കുന്ന വ്യക്തികളുടെ പുറകെ പോയി സ്നേഹിക്കുന്ന നിലവാരത്തിലേക്ക് വരെ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. There are many times I've been offended with people. അനേക സമയം ഞാൻ വ്യക്തികളുമായിട്ട് ഇടർച്ചയിലായിട്ടുണ്ട്. And I don't want to reach out to them. എനിക്ക് അവരിലേക്ക് തിരിച്ച് മടങ്ങി ചെല്ലുവാൻ ആഗ്രഹമില്ല. The condition of my heart is at that time I actually believe they are of no value for me to go after. എന്റെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള ആ അവസ്ഥ എന്ന് പറയുന്ന ആ സമയത്ത് ഞാൻ പുറകെ പോകാൻ മാത്രം അവർക്ക് യാതൊരു വിധമായിട്ടുള്ള മൂല്യവുമില്ല. Because all of us will only go after people in whom we feel there is some value in going after. അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലയുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നാം ആരുടെയെങ്കിലും പുറകെ പോവുകയുള്ളൂ. That is why we like to live private life. അതുകൊണ്ടാകുന്നു പലപ്പോഴും നമുക്ക് സ്വകാര്യമായുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹം. We want to withdraw from everyone else. നമുക്ക് എല്ലാവരിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് Everyone must come to me and love me. എല്ലാവരും എന്റെ അടുക്കൽ വന്ന് എന്നെ സ്നേഹിക്കണം. But because I'm a private person, I don't want to go out and express my love to others. എന്നാൽ ഞാനൊരു സ്വകാര്യ വ്യക്തി ആയതുകൊണ്ട് എനിക്ക് എങ്ങോട്ടും പുറത്തു പോയി എന്റെ സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുവാൻ ആഗ്രഹമില്ല. We are going to look at what is it actually mean to express our love to one another. It is not going and saying I love you to everybody. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എല്ലായ്പ്പോഴും പറയുക എന്നുള്ളതല്ല. എന്നാൽ എന്താകുന്നു എങ്ങനെയാകുന്നു നാം സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് നാം കാണാൻ പോകുന്നു. In the coming weeks we are going to look at that. വരുന്ന ആഴ്ചകളിൽ നാം അത് കാണാൻ പോകുന്നു. What would it look like if I were to love people? ഞാൻ വ്യക്തികളെ സ്നേഹിക്കാൻ പോകുന്നുവെങ്കിൽ അത് എങ്ങനെയായിരിക്കും? Because if I don't know that, then my account in heaven amounts to nothing. അത് എനിക്ക് അറിയുകയില്ല എങ്കിൽ എന്റെ സ്വർഗത്തിലുള്ള പ്രതിഫലം അത് ഒന്നുമില്ലാതാകും. Today God wants to transform your life and my life. ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റുവാനായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. God wants to move you and me from a life of lusting for what we want to a life of loving as Jesus loves. നാം ആഗ്രഹിക്കുന്നതും മോഹിക്കുന്നതും അതിനെ സ്വാർത്ഥമായി അന്വേഷിക്കുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്ന് യേശു സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാനായിട്ട് യേശു നമ്മളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. No, we don't become that on the day we meet Jesus. യേശുവിനെ നാം കാണുന്ന അല്ലെങ്കിൽ the way we accept Jesus. നാം യേശുവിനെ സ്വീകരിക്കുന്ന ആ ദിവസം തന്നെ നാം ഇതെല്ലാം ആകുന്നില്ല. That day we encounter love. ആ ദിവസം നാം ആ സ്നേഹത്തെ കണ്ടുമുട്ടുന്നു. It is the beginning of us encountering love. നാം ആ സ്നേഹത്തെ കണ്ടുമുട്ടുന്ന ആരംഭമാകുന്നു. And the Bible says God, He is love. തിരുവചനം പറയുന്നു ദൈവം സ്നേഹമാകുന്നു. The more we encounter love, എത്രമാത്രം അധികമായിട്ട് ആ സ്നേഹത്തെ നാം കണ്ടുമുട്ടുന്നു, the more we begin to reflect love. അത്ര അധികമായിട്ട് നാം ആ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കും. Many years ago I learned something that touched my heart very deeply. അനേക വർഷങ്ങൾക്ക് മുമ്പാകെ എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചൊരു കാര്യം ഞാൻ പഠിക്കുകയുണ്ടായി. I learned that the rocks on the moon have a very different property. ഞാൻ മനസ്സിലായി ചന്ദ്രനിലുള്ള പാറക്കഷ്ണങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. While there is something in the sky is called a black hole. എന്നാൽ സ്വർഗത്തിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള തമോഗർത്തങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം, a black hole absorbs everything it gets. It's constantly sucking everything in because it's like I need that. തമോഗർത്തങ്ങൾ നിരന്തരമായിട്ട് വെളിച്ചത്തെ മുഴുവൻ എന്തെല്ലാം ലഭിക്കാമോ അത് മുഴുവൻ എങ്ങനെയെങ്കിലും വലിച്ചെടുക്കും. But the rocks of the moon, when the light of the sun comes and falls on the moon, the rocks are highly reflective. എന്നാൽ ചന്ദ്രനിലുള്ള പാറകളാണെങ്കിലോ
അതിനുമേൽ സൂര്യൻ്റെതായുള്ള രശ്മികൾ വരുമ്പോൾ, സൂര്യന്റെ പ്രകാശം വരുമ്പോൾ അത് വലിയ രീതിയിൽ അത് പ്രകാശിക്കുന്നു അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നു. How wonderful the sun is constantly giving away light and heat and warmth. എത്രമാത്രം മനോഹരമായിട്ടുള്ള കാര്യമാകുന്നു ആ ചൂടും വെളിച്ചവും എല്ലാം സൂര്യൻ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കും. And by night the moon is constantly reflecting the sun's light onto the earth. രാത്രിയിലാണെങ്കിലോ ചന്ദ്രൻ ഭൂമിയിലേക്ക് ആ സൂര്യൻ്റെതായിട്ടുള്ള ആ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കും. The earth is not giving the sun anything back. ഭൂമി ഒന്നും ചന്ദ്രന് അല്ലെങ്കിൽ തിരിച്ച് സൂര്യനൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. The earth is not giving the moon anything back. ഭൂമി ഒരിക്കലും ചന്ദ്രനും തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. But the sun is the source and the moon is reflecting. എന്നാൽ സൂര്യൻ അതിന്റെ എല്ലാം അത് സ്രോതസ്സാകുന്നു, എന്നാൽ ചന്ദ്രനാണെങ്കിലോ അതിനെ പ്രതിഫലിപ്പിക്കുന്നു. Today God is the source of all love. ഇന്ന് ദൈവം എല്ലാ സ്നേഹത്തിന്റെയും സ്രോതസ്സാകും. You can be like a black hole absorbing everything. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം വലിച്ചെടുക്കുന്ന ഒരു തമോഗർത്തം പോലെ ആകാം. Everyone must love me. എല്ലാവരും എന്നെ സ്നേഹിക്കണം. Everyone must come after me. എല്ലാവരും എന്റെ പുറകെ വരണം. Everyone must be kind to me. എല്ലാവരും എന്നോട് ദയ കാണിക്കണം. Or you can be like the moon that can reflect the love that you're receiving from God. അതോ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെ പോലെ നിങ്ങൾക്കാകുവാൻ. When we behold God, നാം ദൈവത്തെ കാണുമ്പോൾ 2 Corinthians 3:18 says, 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു, as we behold him as in a mirror, നാം ഒരു കണ്ണാടിയിൽ നാം കാണുന്നത് പോലെ we will be transformed into his image from one degree of glory to another. നാം ഒരു നിലവാരത്തിലുള്ള തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച ദൈവത്തിന്റെ പ്രതിമയായി നാം രൂപാന്തരപ്പെടും. Today the Holy Spirit is encouraging you. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ താല്പര്യപ്പെടുത്തുന്നു. If you would walk in love, നിങ്ങൾ സ്നേഹത്തിൽ നടക്കുമെങ്കിൽ, God is calling on your heart, can you walk in love? ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ട് ചോദിക്കും, നിങ്ങൾക്ക് സ്നേഹത്തിൽ നടക്കാം. God wants us to shift from the I to God. ഞാൻ എന്നുള്ള ചിന്തയിൽ നിന്ന് ദൈവം എന്നുള്ള രീതിയിലേക്ക് മാറുവാൻ ദൈവം നമ്മെ കുറിച്ച് A ആഗ്രഹിക്കുന്നു. new commandment I give unto you, that you would love one another as I have loved you. ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന നൽകുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ. Father, I pray this day for your people. പിതാവേ, നിന്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Even as we are beginning a journey of walking in love, കർത്താവേ, സ്നേഹത്തിൽ നടക്കുന്ന ഒരു പുതിയ യാത്ര ഞങ്ങൾ ആരംഭിക്കുമ്പോൾ, I pray, Holy Spirit of God, that you will fill us with much grace. പരിശുദ്ധാത്മാവേ, വലിയ ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. Lord, even what you're beginning to do in our heart, do a deep work in these coming days. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ചെയ്യുന്ന പണി ആഴത്തിലുള്ള പണിയായി ഈ നാളുകളിൽ മാറട്ടെ. Expose our hearts if they are black holes and make us transformed into reflection of God's love. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ തമോഗർത്തങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് അത് വെളിപ്പെടുത്തി ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. This morning there may be people that are feeling they have no love to give. ഈ പ്രഭാതത്തിൽ എനിക്കിനി നൽകുവാൻ സ്നേഹമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, Lord, I pray that they will become people that receive love from you, that they will have enough to give away. കർത്താവേ, ദൈവത്തിൽ നിന്ന് അധികമായി സ്നേഹം സ്വീകരിച്ച് അനേകമായി കൊടുക്കുവാൻ കഴിയുന്നവരായി കർത്താവ് അവരെ മാറ്റണം. We humble ourselves and give you the glory. കർത്താവേ, ഞങ്ങൾ താഴ്മപ്പെട്ട് അങ്ങേക്ക് സകല മഹത്വവും We want to be imitators of God as beloved children. കർത്താവിന്റെ പ്രിയ മക്കളായി അങ്ങേ അനുകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. And we want to walk in love. അങ്ങയുടെ സ്നേഹത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Amen and amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.